രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മാമ്പഴം, രണ്ട് ചക്കപ്പഴം. ഇത് രണ്ടും എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഇവനെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി മാമ്പഴമോ ചക്കപ്പഴമോ കൊണ്ടു കൊടുത്താൽ മതി. കുട്ടിക്കാലത്ത്, എൻ്റെ അറിവില്ലാത്ത പ്രായത്ത്, ഞാൻ മാമ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരെങ്കിലും വന്ന് വീട്ടിൽ കതകിന് മുട്ടിക്കഴിഞ്ഞാൽ ഇതെടുത്ത് കൊണ്ടുപോയി ഒളിച്ചു വെക്കും, എന്നിട്ട് കയ്യുമൊക്കെ കഴുകും. അപ്പൊ അമ്മ പറയും, എന്തിനാടാ ഇങ്ങനെ നീ കാണിക്കുന്നത്, ഇതാരും എടുത്തുകൊണ്ട് പോകത്തില്ല. പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് മാറ്റി വെക്കും. എന്നിട്ട് എനിക്ക് പ്രാർത്ഥനയാണ്, ഇവരെങ്ങനെയെങ്കിലും പോണേ പോണേ പോണേ, കാരണം എനിക്കിത് കഴിക്കാനാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് മാമ്പഴം. മാമ്പഴം വാങ്ങിക്കുന്ന ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ചോറൊന്നും വേണ്ട, രാവിലെയും ഉച്ചയ്ക്കും എല്ലാം ഏതാണ് മാമ്പഴം കഴിപ്പാണ് എനിക്ക് ജോലി. അങ്ങനെയുള്ള എൻ്റെ മുന്നിലേക്ക് കണ്ണപുരത്ത് നിന്ന് ഒരു പിതാവ് വന്നു. ആ പിതാവ് വന്നത് കൈ നിറയെ മാമ്പഴങ്ങളുമായിട്ടാണ്. കൈ നിറയെ മാമ്പഴങ്ങളുമായി എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാനിപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ഈ മാമ്പഴം എന്ത് ചെയ്യണം? ഞാനിത് കഴിക്കണോ? അതായത് ഈ അച്ഛന് 3 പെൺമക്കളാണുള്ളത്. 3 പെൺമക്കൾ. മൂത്ത മകളുടെ പേര് കാർത്തിക എന്നാണ്. അവൾ അച്ഛൻ്റെ കാർത്തുവാണ്. അച്ഛൻ്റെ ഓമന പേരാണത് കാർത്തു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഇളയ പെൺമക്കളോടാണ് സ്നേഹം തോന്നുന്നത്. പക്ഷെ ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മൂത്ത മോളോടാണ് സ്നേഹം. അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യം കണ്ടത് ഇവളെയാണ്, അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ബാക്കിയുള്ളവരെ കണ്ടത്. അതുകൊണ്ട് കാർത്തുവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കാർത്തു എന്നെപ്പോലെ ഒരു മാങ്ങാ കൊതിച്ചിയാണ് എന്ന് മാത്രവുമല്ല, ഈ കാർത്തു രാധേ രാധേ ചാനല് സ്ഥിരം കാണുന്നതാണ്. എൻ്റെ ഒരു കടുത്ത ആരാധികയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ കാർത്തുവിനോട് അച്ഛന് ഭയങ്കര സ്നേഹവുമാണ്. മാമ്പഴക്കാലം വന്നാൽ ഇഷ്ടം പോലെ മാമ്പഴം അച്ഛൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കാർത്തു എന്തു ചെയ്തു, ഒരിക്കൽ നഴ്സറിയിൽ പോയി മാവിൻ തൈ വാങ്ങിച്ചു കൊണ്ട് വന്ന് വീട്ടുമുറ്റത്ത് നട്ടു. 3 വർഷം കഴിയുമ്പോൾ ഇത് പൂക്കുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ 7 വർഷമായിട്ടും പൂത്തില്ല. അങ്ങനെ കാർത്തുവിൻ്റെ വിവാഹം നിശ്ചയിച്ചു. കല്യാണം കഴിഞ്ഞു. കാർത്തു ഗൾഫിലേക്കങ്ങ് പോയി. ആ സമയത്തേത് പൂത്തു, മാവ് പൂത്തു. ആ സമയത്ത് മാവ് പൂത്തു. ഏതാണ്ട് 7-8 വർഷത്തിന് ശേഷമാണ് ഈ മാവ് പൂക്കുന്നത്. മാമ്പഴം പിടിച്ചു. പക്ഷെ കാർത്തു ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അനിയത്തിമാര് 2 പേരും കൂടെ മാമ്പഴം എടുത്തിട്ട് കാർത്തുവിനെ കൊതിപ്പിക്കാൻ വേണ്ടി, ഇതാ നോക്കേ കാർത്തു, നീ വെച്ച മാവിലെ മാമ്പഴമാണ് എന്നും പറഞ്ഞ് ഊറിക്കാണിക്കും. അപ്പോൾ കാർത്തുവിന് കൊതിയും വരും, അതോടൊപ്പം തന്നെ ദേഷ്യവും വരും. കാർത്തു ഈ ഇളയ പിള്ളേരുമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതിന് വഴക്കിട്ടിട്ട് കൊച്ചുകുട്ടികളെ പോലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കണ്ട അച്ഛൻ ഇവളുമാര് ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ എന്ത് അടി അവളെ കൊതി പിടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അടുത്ത വർഷം പ്രസവത്തിന് വേണ്ടി കാർത്തു നാട്ടിലെത്തി. ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഏതാണ്ട് സമയമായി. ആ സമയത്ത് മാവ് പൂത്തു. അപ്പൊ കാർത്തു പറഞ്ഞു, ഇപ്രാവശ്യം ഞാനിവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതിലെ മാങ്ങ എല്ലാം തിന്നു, ഇപ്രാവശ്യം ഇതിലെ ആദ്യത്തെ മാങ്ങ എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ കാർത്തു ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ പ്രസവ സമയത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും കുട്ടിയെ കിട്ടി കാർത്തു പോയി. ശരിക്കും പറഞ്ഞാൽ വൈലോപ്പള്ളിയുടെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മാമ്പഴം. അത് കവികളൊക്കെ ജീവിതത്തിൽ ആളുകൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ അവർ ദീർഘദർശനം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം എന്നെ
ഈ മനുഷ്യൻ ഫോണിൽ വിളിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കോള്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എൻ്റെ മുമ്പിൽ, അതായത് ആ ഫോണിലൂടെ കരയുകയാണ്. കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാറേ ഈ മാമ്പഴം ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ പിടിച്ച ആദ്യത്തെ മാമ്പഴം ഞാൻ എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ച് ഈ മനുഷ്യൻ കരയുകയാണ്. ഞാൻ പറഞ്ഞു, ജനനം മരണം ഒക്കെ നമുക്കുള്ളതാണ്, ജനിച്ചവരൊക്കെ മരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ മാമ്പഴം എടുത്ത്, അതായത് അവരുടെ ഒരു സമാധാനത്തിനാണ് ഞാൻ പറഞ്ഞത്, കാർത്തുവിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ വെക്കുക, കാർത്തു അത് കഴിച്ചുകൊള്ളും, നിശ്ചയമായി കാർത്തു അത് കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കുറെ കരഞ്ഞു. ഞാൻ വിചാരിച്ചു കരയട്ടെ, കരഞ്ഞ് ആ മനുഷ്യന്റെ സങ്കടം തീരട്ടെ, കാരണം അതിനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തു ചെയ്തു, ഇവര് കാർത്തുവിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് വെച്ചു. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണപുരത്ത് നിന്നും. അപ്പം അവിടെ ഈ അടക്കുന്നതൊന്നും അയ്യത്തല്ല, അയ്യത്തായിരുന്നെങ്കിൽ അവിടെ ആ ശവകുടീരത്തിൽ കൊണ്ടുവന്ന് ഇത് വെക്കാമായിരുന്നു. അതുകൊണ്ട് അതും നടന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു സാറേ, എനിക്ക് സാറിനെ വന്നൊന്ന് കാണണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സ്വപ്നം? അതൊക്കെ ഞാൻ പറയാം, എനിക്ക് സാറിനെ വന്നൊന്ന് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ, വന്നുള്ളൂ. അങ്ങനെയാണ് ആ മനുഷ്യനും 2 പെൺമക്കളും കൂടി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കാർത്തു, ഈ മനുഷ്യൻ എഞ്ചിനീയറാണ്, അമ്മ ഹൗസ് വൈഫാണ്. കാർത്തുവിൻ്റെ അമ്മ വന്നില്ല, അവർക്ക് സഞ്ചരിക്കാനും വയ്യ, ഒന്നും വയ്യ, അവർ വല്ലാതെ തളർന്നുപോയി. ഇവർ 3 പേരും മാത്രമായിട്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. അപ്പോൾ ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. സാറ് പറഞ്ഞില്ലേ അവളുടെ പടത്തിൻ്റെ മുന്നിൽ അത് വെക്കാൻ. ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു സാറേ, ഈ മാമ്പഴം സാറിന് കൊടുക്കണം. ഒരുപക്ഷേ മകൾ നഷ്ടപ്പെട്ട അച്ഛൻ്റെ മനസ്സിൻ്റെ വേവലാതിയായിരിക്കാം. ആ കുട്ടിക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇത് ചിന്തിച്ച് കിടന്നപ്പോൾ ഉണ്ടായ ഒരു തോന്നലായിരിക്കാം. ചിലപ്പോൾ ആത്മാവ് പറഞ്ഞതായിരിക്കാം, ആർക്കറിയാം, ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ലല്ലോ, സാറിന് കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മാമ്പഴവുമായിട്ട് വന്നതാണ്. ആ മാമ്പഴവുമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ മാമ്പഴം അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സാറേ ഇതിൽ നിന്നൊരെണ്ണം സാറിപ്പ കഴിക്കണം, ഞങ്ങളുടെ മുന്നിൽ വെച്ച്, എനിക്കത് കാണണം. ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലായി. എനിക്കത് കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യ. സാറേ കഴിക്കണം, എനിക്ക് ഉറപ്പാണ്, എൻ്റെ കാർത്തു എന്നോട് പറഞ്ഞതാണ്, സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. ഞാൻ ആ മാമ്പഴം എടുത്ത്, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മാമ്പഴ കൊതിയനാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് കൊതിയില്ല എന്ന് മാത്രമല്ല, എനിക്കത് തിന്നാൻ എനിക്ക് അല്പം പോലും പറ്റുന്നില്ല. എങ്കിലും ഞാൻ അതെടുത്ത് സ്വല്പം കഴിച്ചിട്ട് ഒരു കൊച്ചു കുട്ടിക്കെന്ന വണ്ണം അല്പം എടുത്ത് ആ മനുഷ്യൻ്റെ വായിൽ ഞാൻ വെച്ചു കൊടുത്തു. ഒരു എതിർപ്പ് ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ അത് കഴിച്ചു. ഞാൻ ആ 2 പെൺകുട്ടികളുടെയും വായിലേക്ക് അത് വെച്ചു കൊടുത്തു. ആ 2 കുട്ടികളും അത് കഴിച്ചു. കുട്ടികളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പൂള് ഞാൻ കഴിക്കാൻ പോയപ്പോഴേക്കും ആ അച്ഛൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ആ പെൺമക്കള് അങ്ങനെ ഏങ്ങലടിച്ച് കരയുന്നില്ല, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. പക്ഷേ ഈ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ആ മാമ്പഴം അവിടെ താഴത്ത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു കുഞ്ഞിനെ എന്ന വണ്ണം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. എനിക്കൊരു മകൻ ജനിച്ചു എന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. ഒരു കുഞ്ഞിനെ എന്ന വണ്ണം ചേർത്ത് പിടിച്ചു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്പം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, സാർ ഇത് കഴിക്കണം. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എനിക്ക് ആ മാമ്പഴം കഴിക്കാൻ വയ്യ, പക്ഷേ സാറ് കഴിക്കണമെന്ന് പറഞ്ഞു. കഴിച്ചു. ഞാൻ ആ മാമ്പഴം കഴിച്ചു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയി. ട്രെയിൻ വരാനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ മുഴങ്ങിയപ്പോൾ
ആ മനുഷ്യൻ എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അമർത്തിപ്പിടിച്ചതിന് ശേഷം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. ഞാൻ ചോദിച്ചു എന്താണ്? കാർത്തു പറയുമായിരുന്നു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സാറിനെ കൊണ്ടൊരു പേരിടിപ്പിക്കണം. ആൺകുഞ്ഞാണെങ്കിൽ കൃഷ്ണന്റെ പേരത്തക്കവണ്ണം ഒരു പേര്, പെൺകുട്ടിയാണെങ്കിൽ രാധാജിയുടെ കണക്കത്തെ ഒരു പേരിടിയിക്കണം സാറേ. ആ കുഞ്ഞിന് വേണ്ടി ഒരു നല്ല പേര് കണ്ടുപിടിച്ച് എന്നോട് പറയണേ സാറേ. ഒരു നിമിഷം ഞാനൊന്ന് എന്ത് പറയണമെന്നറിയാതെ നിന്നു. എന്നിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് തോന്നിയ ഒരു പേര് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്. അപ്പോൾ ചോദിച്ചു, എന്താ സാറേ? ഞാൻ പറഞ്ഞു, കൃഷ്ണരാധ. ആ കുട്ടിക്ക് കൃഷ്ണരാധ എന്ന് നിങ്ങൾ പേര് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. അയാൾ പറഞ്ഞു, ഒരുപാട് ഇഷ്ടമായി സാറേ. കാർത്തു പറഞ്ഞിരുന്നതാണ്, സാറിനെ കൊണ്ട് തന്നെ പേരിടിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആ 2 കുട്ടികളും എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സ്വന്തം അനിയത്തിമാരെ പോലെ കാണുമോ? ഞാൻ പറഞ്ഞു, പോലെയല്ല മോളെ, അനിയത്തിയാണ്. അപ്പോൾ ആ കുട്ടികൾ എന്നോട് ചോദിച്ചു, കാർത്തുവിനെ കാണാൻ വരില്ലേ? അങ്ങനെ അവർ ചോദിച്ചത്, കാർത്തുവിനെ കാണാൻ വരില്ലേ? ഞാൻ പറഞ്ഞു, വരും മോളെ, തീർച്ചയായിട്ടും ഞാൻ വരും. അങ്ങനെ എന്തിനാണ് പറയുന്നത്? ആ കുട്ടികൾ ട്രെയിനിൽ കയറി. ആ ട്രെയിൻ അകന്നു പോകുന്നത് വരെ ഞാൻ ശരിക്കും നിശ്ചലനായി നിൽക്കുകയാണ്. അതിനുശേഷം എത്ര നേരം ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഇന്നലെ ധർമ്മപദം ഞാൻ ഇട്ടില്ല. ലീന എന്നോട് ചോദിച്ചായിരുന്നു, കണ്ണൂരുള്ള ലീന എന്നോട് ചോദിച്ചു, എന്താ സാറേ ധർമ്മപദം ഇടാഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല ലീന, ഞാൻ ബാംഗ്ലൂരാണ്. കാരണം എനിക്ക് എന്താണ് ഞാൻ പറയേണ്ടത്, എനിക്ക് വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മാമ്പഴം എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ എനിക്കൊരാൾ മാമ്പഴം കൊണ്ടു തന്നാൽ 5 മിനിറ്റിനുള്ളിൽ അത് തീരേണ്ടതാണ്. ഞാൻ ഈ മാമ്പഴം എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. നിങ്ങൾ തന്നെ പറ, എനിക്ക് തരൂ. അതെനിക്ക് തോന്നുന്നു അതെല്ലാം കൂടെ ഒരു 14-15 മാമ്പഴമുണ്ട്. അത് ജീവനുള്ള മാമ്പഴങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെ ഒരുപാട് സ്നേഹിച്ച കാർത്തുവാണത്. 15 കാർത്തു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ആരാധിച്ച കാർത്തുവിൻ്റെ മുഖമാണ്. ഞാൻ ശരിക്കും കാർത്തുവിനോട് ചോദിക്കുക, മോളെ കാർത്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ മാമ്പഴം ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? മോള് പറ. അച്ഛൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് മോള് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഉത്തരം താ മോളെ. എനിക്കൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. കാർത്തു, മോള് പറ, ഞാൻ എന്ത് ചെയ്യണം? ഈ മാമ്പഴം ഞാൻ എന്ത് ചെയ്യണം? മോള് പറ മോളെ. ഓം രാധായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.